പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കാവ്യദേശാടനം ഒരു തീർത്ഥാടനമായി തന്നെ, അക്ഷര തീർത്ഥാടനമായി തന്നെ അനുഭവിച്ചറിയുകയായിരുന്നു നമ്മളെല്ലാവരും. ആ തീർത്ഥാടനം എന്നത് നെയ്യാറിൻ്റെ കുളിരിൽ നമ്മളൊക്കെ മുങ്ങി ഒന്ന് നിവരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഗുരുദേവൻ ഈ ശങ്കരൻ കുഴിയിൽ മുങ്ങി എടുത്ത ആ കല്ലിൽ നമ്മൾ പുതുകാലത്തിൻ്റെ എല്ലാ ദൈവസങ്കല്പങ്ങളെയും തിരിച്ചറിയുന്നുണ്ട്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരേണം എന്ന് ഗുരു പറഞ്ഞു പോയതൊക്കെ നമ്മൾ ഏത് കാലത്തും ഈ കേരള സമൂഹത്തിലും ലോക സാഹചര്യത്തിലുമൊക്കെ ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നാണ്. നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തെ മുറി കുമാരനാശാൻ്റെ അകക്കണ്ണുകൊണ്ട് ചണ്ടാലഭിക്ഷുകിയെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിന് കാരണമായ മുറിയാണ്. തൊട്ടപ്പുറത്തെ സുന്ദരമായ വെട്ടുകല്ലിൽ തീർത്ത കിണർ പഴയ കാലത്തിൻ്റെ പാണ്ടൻ കിണറാണ്. പലയിടങ്ങളിൽ നിന്നും വരുന്നവർ ഇവിടെ നിന്ന് വെള്ളം കോരി പോകുമ്പോൾ ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് നമ്മളെ എല്ലാം ഓർമ്മിപ്പിക്കുകയായിരുന്നു ഗുരു. അതുമാത്രമല്ല, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ നമ്മളിൽ ഉണ്ടാകണമെന്ന അനുകമ്പാദശകത്തിലൂടെ ഗുരു പറഞ്ഞുപോയി. അങ്ങനെ ഗുരുവും ഗുരു ശിഷ്യനായ കുമാരകവിയും അതുപോലെ തന്നെ ഈ നാട്ടിൽ തന്നെ പറന്ന ശിവലിംഗദാസസ്വാമികളും, ആ ശിവലിംഗദാസസ്വാമികൾ പറന്നുപോയപ്പോൾ പറന്നുപോയ ഹംസം എന്ന് ഈ നാട്ടുകാരനായ ആ ശിവലിംഗദാസസ്വാമികളെ കുറിച്ച് മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ കവിത എഴുതിയതുമൊക്കെ ഇവിടെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വായനയിൽ അത് കൂടുതൽ അറിയുന്നുണ്ട്. അവിടെയാണ് അക്ഷര വഴികളെ കൂടുതൽ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഓരോ യാത്രയും അതിസുന്ദരമായ എഴുത്താക്കി മാറ്റുന്ന സാന്ദ്രാനന്ദ സ്വാമികളുടെ സാന്നിധ്യം കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഈ അരിപ്പുറത്തെ വല്ലാതെ നമ്മിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന തലത്തിലേക്ക് മാറ്റുന്നുണ്ട്. അത് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ കാണുന്ന നമ്മൾ താമസിച്ചിരുന്ന മുറി നിങ്ങൾ കാണുന്നുണ്ടാവും, കണ്ടതാണല്ലോ. അപ്പുറത്ത് മറ്റൊരു സാംസ്കാരിക ഇടം ഒരുങ്ങുന്നുണ്ട്. ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ സ്വാമിജിയുടെ ഇടപെടൽ കൊണ്ട് പല തരത്തിലുമുള്ള ഫണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഇടത്തിൻ്റെ പ്രാധാന്യം കൂട്ടുകയാണ്. അവിടെ നമ്മൾ ഇന്നലെ ഇവിടെ രാത്രി നേരത്തെ എത്തുമെന്നും സ്വാമിജി അതുകൊണ്ട് തന്നെ വരിക്ക ചക്കപ്പഴമൊക്കെ നമുക്ക് വേണ്ടി കരുതി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ അല്പം വൈകി. അതുകൊണ്ട് സ്വാമി ഇവിടെ വന്ന് മറ്റു ഭക്തർക്ക് അത് വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമുക്ക് ഇന്ന് അക്ഷരം, നമ്മുടെ ഈ നാടിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ. ആ പാണ്ടൻ കിണറിൽ നോക്കി, പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൽ വൻപുകൾ കൊണ്ട ശ്രാവസ്തിക്കടുത്തോരൂരിൽ, പണ്ടുത്തര ഹിന്ദുസ്ഥാനത്തിൽ വൻപുകൾ കൊണ്ട ശ്രാവസ്തിക്കടുത്തോരൂരിൽ 2500 വെയിൽ കൊണ്ടെങ്ങും വാകകൾ പൂക്കും നാളിൽ, ഉച്ചയ്ക്കൊരു ദിനം വന്മരുത്തൊരു വിച്ഛായമായ വെളിസ്ഥലത്തിൽ കത്തുന്നൊരാതപജ്വാലയാൽ അർക്കനെ സ്പർദ്ധിക്കും മട്ടിൽ ജ്വലിച്ചു ഭൂമി. നമ്മളിവിടുത്തെ ഗുഹാമുഖത്ത് നിന്നാലും നമ്മളിങ്ങനെ ഈ ഭൂമിയെയും അറിയുന്നുണ്ട്. അതുമാത്രമല്ല, ഉച്ചമായ അങ്ങൊരു വൻമരം കാണുന്നു, നിശ്ചലമായ കാർക്കൊണ്ടൽ പോലെ. ഇതൊക്കെ എഴുതി നമുക്ക് തന്ന കുമാരനാശാൻ ധൂമതേടും തൻ ആള കിണറ്റിലിട്ട് വെള്ളം കോരി കൊടുത്തത് ഈ കേരളത്തിൻ്റെ സൗഹൃദത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ ഉറവ പറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ആ സങ്കല്പങ്ങളെയെല്ലാം നമ്മിലേക്ക് എല്ലാ തരത്തിലും അറിയിച്ചുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരെയും ഹൃദയപൂർവ്വം
സ്വാഗതം ചെയ്യുന്ന സാന്ദ്രാനന്ദ സ്വാമികൾ വളരെ കാലം അവിടെ ശിവഗിരിയുടെയും മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇവിടെയും അവിടെയുമായിട്ട് അദ്ദേഹം നിൽക്കുമ്പോൾ നമ്മളെപ്പോലുള്ള ഇവിടുത്തെ ഇളം നാമ്പുകൾക്ക് എന്നും ഒരു തണൽ മരമായി തന്നെ അദ്ദേഹമുണ്ട്. എത്രയോ പുസ്തക പ്രകാശനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നാൽ മതി, നമ്മളിവിടെ വന്ന് 2 ദിവസമൊക്കെ താമസിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ അവിടെ എല്ലാം സ്വാമിജിയുടെ കരുതൽ നമുക്ക് ആയിട്ടുണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവോടെ അദ്ദേഹത്തിന് നമ്മളോട് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. ഏറെ ആദരവോടെ നിരവധി പുസ്തകങ്ങൾ, ഹിമാലയൻ യാത്രകൾ മാത്രമല്ല പലതരത്തിലും മികച്ച പ്രഭാഷകൻ കൂടിയായ സാന്ദ്രാനന്ദ സ്വാമികളെ ഏറെ ആദരവോടെ ഈ ഒരു സമാപന സെഷനിലേക്ക് നമ്മുടെ യാത്ര തുടരുന്നുവെങ്കിലും അരുവിപ്പുറം വിട്ട് നമ്മൾ പോവുകയാണ്. പോകുന്നതടുത്ത് ചെമ്പഴന്തിയിലേക്കും പിന്നെ ആശാൻ സ്മാരകത്തിലേക്കാണ്. ഇതിൻ്റെ തുടർച്ചയാണ്. ആ അറിവോടെ തന്നെ പ്രിയങ്കരനായ ആദരണീയനായ സാന്ദ്രാനന്ദ സ്വാമികളെ സ്വാഗതം ചെയ്യുന്നു. അശോകൻ ചെരുവിൽ മാഷ് കഥകളിൽ നമ്മെ പലപ്പോഴും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ്. PSCയുടെ മുൻ അംഗമായിരുന്നു എന്ന അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റാണ്, ഉപാധ്യക്ഷനാണ്. ഇതിനെല്ലാം അപ്പുറം മലയാളികൾ ഏറെ ചേർത്ത് വച്ചിട്ടുള്ള നിരവധി കഥകളുടെ എഴുത്തുകാരനായ അശോകൻ ചെരുവിൽ മാഷിനെ വയലാർ പുരസ്കാരം, കാട്ടൂർ കടവ് ഒക്കെ നമുക്ക് തരുന്ന പാഠങ്ങളുണ്ട്. ചരിത്രവും വർത്തമാനവും ചേർത്ത് നമ്മളോട് സംവദിക്കുന്ന പ്രിയപ്പെട്ട എഴുത്തുകാരനെ, പ്രിയങ്കരനായ അശോകൻ ചെരുവിൽ മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ സുഭാഷിണി ടീച്ചർ അധ്യാപികയാണ്, എഴുത്തുകാരിയാണ്. അതിനെല്ലാം അപ്പുറം വളരെ കാലം തദ്ദേശ സ്വയംഭരണ രംഗത്ത് ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായി അങ്ങ് തളിക്കുളത്ത് അല്ലേ ബ്ലോക്ക് ഡിവിഷനെ നയിച്ചു. മാത്രമല്ല നല്ല ഒരു മനുഷ്യസ്നേഹി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ സുഭാഷിണി മഹാദേവനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാവിശികയുടെ സെക്രട്ടറി, അതെല്ലാവർക്കും അറിയാമല്ലോ, കാവിശികയുടെ സെക്രട്ടറി എന്നൊരു വിശേഷണവും കൂടെ കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം അപ്പുറം നല്ലൊരു കവിയും കൂടിയാണ് നമ്മുടെ ഡോക്ടർ ശ്രീജ ടീച്ചർ. അസോസിയേറ്റ് പ്രൊഫസർ എന്ന പരിവേഷങ്ങൾക്കെല്ലാം അപ്പുറം സാഹിത്യത്തെയും സംഗീതത്തെയും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ബലമുള്ള ഒരു കണ്ണി കൂടിയാണ് ഡോക്ടർ ശ്രീജ ടീച്ചർ. അനുകമ്പാദശകം, ഗുരുവിൻ്റെ ആ കവിത നമുക്ക് തരുന്ന, ഈ സമൂഹത്തിന് കൊടുക്കുന്ന വലിയ കരുതൽ അനുകമ്പാദശകം ഇവിടെ ടീച്ചർ ചൊല്ലും. ടീച്ചറിനെയും സ്വാഗതം ചെയ്യുന്നു. ജിനം മാഷ് ഗുരുവിനെ കുറിച്ച് എഴുതിയ കവിതയുണ്ട്, അതും നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം ചൊല്ലും. മറ്റുള്ളവർക്കൊക്കെ ആശാൻ സ്മാരകത്തിൽ കവിത ചൊല്ലാൻ അവസരമുണ്ട്. നമ്മളിവിടെ നിന്ന് വേഗം പുറപ്പെട്ടാലേ മറ്റ് എല്ലാ ഇടങ്ങളെയും പൂരിപ്പിച്ചു പോകാൻ കഴിയുകയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും 2 ദിവസം ഈ അരുവിപ്പുറവും അതിനു മുമ്പുള്ള അവിടെ നിന്നുള്ള സഞ്ചാരവും ഇനി അങ്ങോട്ടുള്ള യാത്രയുമൊക്കെ അക്ഷരവഴികളിൽ നമ്മയും കൂടെ ഉറപ്പിക്കാൻ ഉള്ളതാണെന്ന തിരിച്ചറിവോടെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ജയകുമാർ ചെങ്ങമനാട് നല്ല ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുള്ള അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ പുറകിലിരിക്കുന്നുണ്ട്. അദ്ദേഹം മുമ്പിൽ തന്നെ ഉണ്ട് എന്ന ആ ഒരു തിരിച്ചറിവോടെ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, ചാക്കോ മാഷ് എല്ലാവരെയും ഇങ്ങനെ പുറം ലോകത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഏറെ ആദരവോടെ സാന്ദ്രാനന്ദ സ്വാമികളെ നമുക്ക് 9 മണിക്ക് ഇവിടെ നിന്ന് പുറപ്പെടണം. സ്വാമിജിയുടെ വാക്കുകൾ ഈ ഇടത്തിൻ്റെ പ്രാധാന്യം, ഗുരു സ്തോത്രകൃതികൾ, അദ്ദേഹത്തിൻ്റെ എത്രയോ രചനകൾ പിറന്ന ഇടം, അതുപോലെ തന്നെ പലർക്കും എഴുതാൻ ബലം തരുന്ന ഈ ഇടം നിങ്ങളും കൂടെ കൂടുതലായിട്ടൊന്ന് തിരിച്ചറിയുക. സാന്ദ്രാനന്ദ സ്വാമികൾ നമ്മളോട് സംസാരിക്കും.